എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു തോരനായിട്ടാണ്. നമ്മുടെ ക്യാബേജ് തോരൻ ആണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ക്യാബേജ് തോരൻ മുട്ടയിട്ടിട്ട് ചിക്കി എടുക്കുന്നത് നമുക്ക് കണ്ടുനോക്കിയാലോ. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഇപ്പൊ എന്നെ പോലെ ക്യാബേജ് തോരനിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് തോരൻ വെക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ മുട്ടയൊക്കെ ഇട്ടിട്ട് ചിക്കി എടുത്താലും മതി. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഈ തോരൻ മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. ആദ്യം തന്നെ നമുക്ക് ക്യാബേജ് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മുക. മൊത്തത്തില് വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ട് തിരുമരുത്, നന്നായിട്ട് ഒന്നിട്ട് തിരുമ്മിയെടുക്കുക. ഇതാ ഇപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മിയൊക്കെ വെച്ചിട്ടുണ്ട്. വേറെ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടാ. മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മിയതാണിത്. മുട്ട പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് വെക്കുക. അല്ലാതെ ക്യാബേജ് തോരനിലോട്ട് നേരെ അങ്ങോട്ട് മുട്ട പൊട്ടിച്ച് ചിക്കാന്ന് വിചാരിക്കണ്ട. കാരണം എങ്ങാനും മുട്ട ചീത്തയാണെങ്കിൽ ഒരു മൊത്തത്തിൽ കൊളായി പോവും. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു കുഞ്ഞു പാത്രത്തിലോട്ട് നമ്മൾ മുട്ട പൊട്ടിച്ച് ഇടാം. ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ദാ പിന്നെ ഒരു പാതി സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളകിന്റെ എണ്ണയൊക്കെ കൂട്ടാം കുറക്കാം. ഞാൻ ഇപ്പൊ ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ക്യാബേജ് തോരനൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. പക്ഷേ മുട്ടയിട്ട് ചിക്കനൊക്കെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പുതിയതായിട്ടൊക്കെ കുക്കിംഗ് ഒക്കെ പഠിക്കുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും ഞാൻ കുക്ക് ചെയ്യുവാണല്ലോ, അപ്പോൾ ഒരു വീഡിയോ അല്ലേ, അപ്പോൾ ഉപകാരപ്പെടുന്നവർക്ക് അങ്ങോട്ട് ഇട്ടേക്കാന്ന് വിചാരിച്ചു. ഇതാ ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കറിവേപ്പില, ഇതാ ഇപ്പൊ കാന്താരി മുളക് ഞാൻ ഇങ്ങനെ നീളത്തിലൊന്ന് അരിഞ്ഞേക്കുന്നതാണ് കേട്ടോ. രണ്ടായി പിളർന്നതാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തിരുമിയതാണല്ലോ ക്യാബേജ്. അപ്പോൾ ഇവിടെ ഉപ്പ് നമ്മൾ അവസാനം നോക്കിയിട്ടൊക്കെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ കൂടി പോവും. ഇപ്പൊ സവാളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ചുമ്മാ അങ്ങോട്ട് വാരിട്ട് കൊടുക്കരുത്. നമുക്ക് നന്നായിട്ട് ക്യാബേജ് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് ഇട്ട് കൊടുക്കാം. കാരണം അവസാനം ക്യാബേജിൽ നിന്ന് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ക്യാബേജ് കൈകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞ് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എല്ലാ ക്യാബേജും ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു, അടച്ചു വെച്ചു, വേവിച്ചു. പാതി കുക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കിത് ഒരു സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി വെക്കാം. നമുക്ക് ചട്ടിയുടെ സൈഡിലോട്ട് തന്നെ ഒന്ന് ഒതുക്കി വെക്കാം. ഇതാ ഇതുപോലെ ഒന്ന് ഒതുക്കി വെക്കാം, അല്ലാണ്ട് വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇതാ ഇപ്പൊ നമുക്കിനി ഈ സൈഡിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തേക്ക് നമുക്ക് ആ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മ മുട്ട ജസ്റ്റ് ഒന്ന് കലക്കി വെക്കുക. ചുമ്മാ ഒന്ന് കലക്കിയാൽ മതി. എന്നിട്ട് ആ എണ്ണയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചിക്കുക, നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം. എന്നിട്ട് ചിക്കിയതിന് ശേഷം എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഇപ്പൊ ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം മുട്ട ചിക്കിയതിന് ശേഷമാണ് എല്ലാം കൂടി മിക്സ് ചെയ്യണത് കേട്ടാ. ഇതാ കണ്ടോ, ഇപ്പോ നമ്മുടെ ക്യാബേജ് മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അപ്പോ കുറച്ചു പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണു. ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ. അപ്പൊ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ടേസ്റ്റ് ആണ്, ചോറിനൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ്. ചോറിന് ഈ ഒരു തോരൻ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. അറിയാത്ത കൂട്ടുകാരെ ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ.